അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 7ാം ക്ലാസ്സിലെ അഹ്കാമു തജ്വീദിലെ 8ാമത്തെ പാഠം ഖത്തബയ്യന റുഷ്ദു. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഉമ്മ ഖുർആൻ ഓതുകയാണ്. സൂറത്ത് ഹൂദിലെ 42ാം ആയത്ത് ഓതിയെത്തിയപ്പോൾ ഉമ്മ ഇസ്സ മോളെ വിളിച്ചു. മോളെ, ഇവിടെ എങ്ങനെയാണ് ഓതുക? ഇസ്സ മോള് തജ്വീദ് നിയമങ്ങളെല്ലാം പാലിച്ച് ഓതിക്കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഹിയ തജ്രി ബിഹിം ഫീ മൗജിൻ കൽ ജിബാലി വനാദാ നൂഹുൻ ഇബ്നഹു വകാന ഫീ മഅ്സിലിൻ യാ ബുനയ്യ ഇർകബ് മഅനാ വലാ തകും മഅൽ കാഫിരീൻ വഖുർ റബ്ബി സിദ്നി ഇൽമാ ഫമാ റബിഹത് തിജാറത്തുഹും ഇല്ലലംതും പോലെയുള്ള പദങ്ങളെ ഇദ്ഗാം ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. ഒരക്ഷരത്തെ മറ്റൊരക്ഷരത്തിലേക്ക് ചേർത്തി ശ്രദ്ധ ചെയ്ത് ഒരക്ഷരമായി ഉച്ചരിക്കുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. മഖ്റജ്, സിഫത്ത് എന്നിവ പരിഗണിച്ച് അക്ഷരങ്ങളെ 3ആയി തിരിക്കാം. വഖദ് ദഖലു, ഇദ്ഹബ് ബി കിതാബി പോലെ ഒരേപോലെയുള്ള രണ്ടക്ഷരങ്ങൾക്ക് ദാല് പ്ലസ് ദാല്, ബ പ്ലസ് ബ മുത്തമാസിലാനി എന്നും, ഇല്ലലമു, യൽഹദാലിക പോലെ ഒരേ മഖ്റജിൽ നിന്ന് വരികയും സിഫത്ത് വ്യത്യാസപ്പെടുകയും ചെയ്ത അക്ഷരങ്ങൾക്ക് ദാല് ദാല് മുത്തജാനിസാനി എന്നും പറയുന്നു. ഈ രണ്ടിനത്തിലുമുള്ള അക്ഷരങ്ങളിൽ ആദ്യത്തേത് സുക്കൂനുള്ളതും രണ്ടാമത്തേത് ഹർക്കത്തുള്ളതുമായാൽ ഇദ്ഗാം ചെയ്യൽ നിർബന്ധമാണ്. ദാല് താ, വഖത്തബയ്യന, താ ത്വാ, വദ്ദത്വായിഫത്തുൻ, താ ദാല്, അസ്ഖലദ്ദഅവല്ല, ത്വാ താ, ലഇം ബസത്ത ബസത്ത. പിന്നെ ബ പ്ലസ് മീം, ഇർകബ് മഅന, ദാല് അല്ലാഹ്, ഇല്ലലമു, ഇല്ലലംതും, ദാല്, യൽഹദാലിക, ബർ റബ്ബുക്കും, അലം നഖ്ലുക്കും പോലെ മഖ്റജ് അടുക്കുകയോ കൂടുതൽ സിഫത്തുകളിൽ യോജിക്കുകയോ ചെയ്യുന്ന അക്ഷരങ്ങൾക്ക് മുതഖാരിബാനി എന്ന് പറയുന്നു. ഖാഫ് പ്ലസ് കാഫ്, ലാം പ്ലസ് റാ മാത്രമേ മുതഖാരിബാനിയായി അക്ഷരങ്ങളിൽ നമ്മുടെ ഖിറാഅത്തിൽ ഇദ്ഗാം ചെയ്തിട്ടുള്ളൂ. ഖാലു വഹും അല്ലദീ യുവസ്വിസു പോലെ മുതമാസിലാനിയിൽ ആദ്യാക്ഷരം മധ്യക്ഷരമാവുകയോ ഫസ്ഫഹ് അൻഹും പോലെ മുതജാനിസാനിയിൽ ആദ്യത്തേത് ഹൽക്കിൻ്റെ ഹർഫാവുകയോ ചെയ്താൽ ഇദ്ഗാം ചെയ്യുന്നതല്ല. ഇനി അതിൽ അൽ ഖിറാഅത്ത് വൽ ഹിഫ്ള് കാണാം. നഖറഉ സൂറത്ത് ആൽ ഇമ്രാൻ 122 മുതൽ 186 വരെ മുറാഅത്തി ഖവായിദ് തജ്വീദ്, തജ്വീദ് നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട്. ഇനി നഹ്ഫദ് സൂറത്ത് യാസിൻ 53 മുതൽ 60 ആയത്ത് കാണാതെ പഠിക്കുക. വൽ വാഖിഅ 51 മുതൽ 57 വരെ കാണാതെ പഠിക്കുക. ഇനി അതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. അദ്ദർസു സാമിൻ ഖത്തബയ്യന റുഷ്ദു. നക്തുബു കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ളതുപോലെ എഴുതുക. 1. ഖത്തബയ്യന, ദാലിനെ തായിൽ ഇദ്ഗാം ചെയ്തു. വദ്ദ ത്വായിഫത്തുൻ, തായിനെ ത്വായിൽ ഇദ്ഗാം ചെയ്തു. 3. ഇർകബ് മഅന, ബായിനെ മീമിൽ ഇദ്ഗാം ചെയ്തു. അസ്ഖലദ്ദഅവല്ല, തായിനെ ദാലിൽ ഇദ്ഗാം ചെയ്തു. 5. ലഇം ബസത്ത, ത്വായിനെ തായിൽ ഇദ്ഗാം ചെയ്തു. ഇല്ലലമു, ദാലിനെ ളായിൽ ഇദ്ഗാം ചെയ്തു. യൽഹദാലിക, സായിനെ ദാലിൽ ഇദ്ഗാം ചെയ്തു. ഇനി 2. നുജീബ്, ഉത്തരം എഴുതുക. ഇദ്ഗാം എന്നാൽ എന്ത്? ഒരക്ഷരത്തെ മറ്റൊരക്ഷരത്തിലേക്ക് ചേർത്ത് ശ്രദ്ധ ചെയ്ത് ഒരക്ഷരമായി ഉച്ചരിക്കുന്നതാണ് ഇദ്ഗാം. 2. മുത്തമാസിലാനി എന്നാൽ എന്ത്? ഒരേപോലെയുള്ള രണ്ടക്ഷരങ്ങൾക്ക് മുത്തമാസിലാനി എന്ന് പറയും. മുത്തജാനിസാനി എന്നാൽ എന്ത്? ഒരേ മഖ്റജിൽ നിന്ന് വരികയും സിഫത്ത് വ്യത്യാസപ്പെടുകയും ചെയ്ത അക്ഷരങ്ങൾക്ക് മുത്തജാനിസാനി എന്ന് പറയും. മുതഖാരിബാനി എന്നാൽ എന്ത്? മഖ്റജ് അടുക്കുകയോ കൂടുതൽ സിഫത്തുകളിൽ യോജിക്കുകയോ ചെയ്യുന്ന അക്ഷരങ്ങൾക്ക് മുതഖാരിബാനി എന്ന് പറയും. മുത്തമാസിലാനിയിൽ ആദ്യാക്ഷരത്തെ ഇദ്ഗാം ചെയ്യില്ലേ അപ്പോൾ ആദ്യാക്ഷരം മധ്യക്ഷരമായാൽ.
6 മുത്തജാനിസാനിയിൽ ആദ്യാക്ഷരത്തെ ഇദാം ചെയ്യലെപ്പോൾ ആദ്യത്തെ ഇത് ഹൽക്കിൻ്റെ ഹർഫായാൽ. ഇനി മൂന്നാമത്തെ വർക്ക് നക്തശ്ഫു മിനൽ ഖുർആനി അൽ അംസലത്ത് ഇദാമിൽ മുത്തമാസിലൈനി വൽ മുത്തജാനിസൈനി വൽ മുത്തഖാരിബൈനി. മുത്തമാസിലൈനി മുത്തജാനിസൈനി മുത്തഖാരിബാനിക്ക് ഖുർആനിൽ നിന്ന് ഉദാഹരണങ്ങൾ കണ്ടെത്തുക. ബല്ലാ തുക്രിമുൻ യുദ്രിക്കും യുക്രിഹുന്ന ഫ ആമനത് ത്വായിഫത്തുൻ ഖദ് തബയ്യന ഇളലംതു നഖ്ലുക്കും ഫഖദ് വല്ല കദ്ദബത് സമൂദു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.